ഗൈസ്, അപ്പം നീറ്റ് UG പേപ്പർ ലീക്കായതിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് ലീക്കായി, അതിൻ്റെ എന്താണ് പ്രശ്നം, കാര്യങ്ങളും അതിൻ്റെ എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നീറ്റ് UG പേപ്പർ ലീക്കായി അങ്ങനെ ആകെ പ്രശ്നത്തിൽ നടക്കുകയെന്ന്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ എന്താണിത്, എങ്ങനെയാണ് അത് സംഭവിച്ചത്, കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇനി എന്താണ് അതിൻ്റെ വഴി, കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതിലിരുന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് ഒരു സ്കിപ്പ് ചെയ്ത് കാണുക എന്ന് ഞാൻ പല ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും പറയും. ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും ആദ്യം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, എന്നിട്ട് നമുക്ക് ഓരോ കാര്യമായിട്ട് നമുക്ക് പോവാം. അതായിരിക്കും നല്ലത്. ബിക്കോസ് ആദ്യം എന്താണ് നടന്നത്, സംഭവം നടന്നത് എന്താണ് എന്ന് ഞാൻ ആദ്യം വീഡിയോയിലൂടെ പറയും. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത നമുക്ക് ഓരോ എന്താണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നലെ വന്ന ഒരു ഇതാണ് ലീക്കായ ന്യൂസാണ്. നീറ്റ് UG ക്യാൻസൽ ഡ്യൂ ടു പേപ്പർ ലീക്സ് അക്രോസ് ഇന്ത്യ, CBI ടു ഇൻവെസ്റ്റിഗേറ്റ് ആയി. അത് ക്യാൻസലാക്കി. ആ എക്സാം നല്ല മാർക്കുണ്ട്, എല്ലാവർക്കും 600 മാർക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. അത് കാരണം എല്ലാവരും കണ്ടുപിടിച്ച് പേപ്പർ ലീക്കായി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. CBI ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ന്യൂസ് ഇന്നലെ വന്നായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നീറ്റ് UG 2026 വാസ് ഹെൽഡ് ഓൺ May 3. ഈ മെയ് 3-ാം തീയതിയാണ് ഇത് ഇറങ്ങിയത്, നീറ്റ് UG എക്സാം. ദ കോൺട്രവേഴ്സി ബിഗൻ ആഫ്റ്റർ ഗസ്റ്റ് പേപ്പർ സർക്കുലേറ്റിംഗ് ഇൻ രാജസ്ഥാൻ. ഒരു ഗസ്റ്റ് പേപ്പർ അവർ നടത്തുന്നുണ്ടായിരുന്നു രാജസ്ഥാനിൽ. നല്ലൊരു കോൺട്രവേഴ്സി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാൻ റിപ്പോർട്ട്ലി മാച്ച്ഡ് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ആക്ച്വൽ എക്സാം. ആ ഗസ്റ്റ് പേപ്പർ കുറേ ക്വസ്റ്റ്യന് മാച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു ശരിക്കുള്ള എക്സാമിൻ്റെ പേപ്പറിൽ നിന്ന്. അങ്ങനെ അതിനൊരു സംശയം തോന്നി, അങ്ങനെ പിടിച്ചതാണ്. സിമിലർ അലിഗേഷൻ ലേറ്റർ സർഫേസ്ഡ് ഫ്രം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പല സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലും പറയുന്നുണ്ട്. അതേപോലെ കേരളത്തിൽ എന്തോ പറഞ്ഞായിരുന്നു, പിന്നെ അല്ലാതെ വേറെ സ്ഥലങ്ങളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇതേപോലെ കുറേ സിമിലർ കേസുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഇതാക്കിയതാണ്. പിന്നെ അന്വേഷിക്കാൻ തോന്നുന്നത്. പിന്നെ അപ്പോഴേക്കും NDA ക്യാൻസൽഡ് നീറ്റ് UG 2026 ഓൺ May 12, 2026. ഇന്ന് രാവിലെ എക്സാം ക്യാൻസലാക്കി എന്ന് പറഞ്ഞ് വന്നു. ബിക്കോസ് അത് ക്യാൻസലാക്കിയെന്ന് വെച്ചാൽ നല്ല മാർക്കുണ്ട്. May 3-ാം തീയതി ആയിരുന്നു ഈ സംഭവം. അവരെഴുതിയപ്പോൾ എല്ലാവർക്കും 600 ഉണ്ട്. അതിനുശേഷം അത് ക്യാൻസലാക്കി എന്ന് പറഞ്ഞ് വന്ന്. ദ കേസ് ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ ടു ദ CBI ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ആരാണ് ചെയ്തത് വെച്ചതെല്ലാം CBIക്ക് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൊടുത്തിട്ടുണ്ട്. അവരിനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അത് ആരാണ് ചെയ്തത്. പിന്നെ എ ഫ്രഷ് നീറ്റ് UG 2026 എക്സാം വിൽ ബി കണ്ടക്റ്റഡ് വിത്ത് ന്യൂ ഡേറ്റ്സ് ടു ബി അനൗൺസ് സൂൺ. പുതിയൊരു ഡേറ്റിൽ പുതിയൊരു എക്സാം വരും. അത് കാത്തിരിക്കാനാണ് അവർ പറയുന്നത്. സംഭവം ഇതാണ് സംഭവം നടന്നത്. പ്ലസ് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വന്നായിരുന്നു. സ്റ്റുഡൻറ്റ് അറസ്റ്റഡ് ഇൻ നീറ്റ് UG കേസ്. 10 lakh കൊടുത്തുന്നു. ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതാ. ഇത് എത്രത്തോളം ഫേക്കാണോ റീലാണെന്ന് അറിഞ്ഞൂടാ, കിട്ടി. അങ്ങനെയൊക്കെ 10 lakh ഇതാക്കിയെന്ന്. A BAM student Shubham Kairnar was arrested in Nashik, Maharashtra for illegally purchasing and selling the leaked 2026 NEET UG questions paper via Telegram. ഇത് വന്നിരിക്കുന്നത് ടെലിഗ്രാമിലാണ്. ടെലിഗ്രാമിലൊരു പ്രൈവറ്റ് മാഫിയ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ അങ്ങനെ എന്തോ ഒരു ലിങ്കിൽ ത്രൂയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വെളിയിൽ അയച്ചു കൊടുത്താൽ അവർ റിമൂവ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, അതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി. അവർ അതെല്ലാവരും ഉപയോഗിച്ച് അവസാനം പണി ഇത് കിട്ടിയതാണ്. പിന്നെ നാസിക് ക്രൈം ബ്രാഞ്ച് അറസ്റ്റഡ് ഹിം ആൻഡ് 4 teams ഫ്രം ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറൈവ്ഡ് ടു ടേക്ക് കസ്റ്റഡി ഫോർ ഫർദർ. ഇതിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടക്കും. എന്താണിത് ചെയ്തത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി അറിയേ ഉള്ളൂ. 4 പേരെയും കൂടെ പിടിച്ച്. ദ അറസ്റ്റ് ഹാസ് ആൾസോ കാസ്റ്റ് ഫ്രം ഡൗട്ട്സ് ഓവർ ദ ഏർലിയർ തിയറി പേപ്പർ വാസ് ലീക്ക് ഡയറക്ട്ലി ഫ്രം ദ നാഷിക് പ്രിന്റിംഗ് പ്രസ്. അവിടെ നിന്ന് തന്നെയാണ് ഈ ഡയറക്ട്ലി ഇത് ലീക്കായതാണ്. പോലീസ് സോഴ്സ് നൗ സേയിങ് ദ എക്സാം പേപ്പർ വാസ് നോട്ട് പ്രിന്റഡ് ദെയർ. അവർ
അവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്തില്ല എന്നും പറയുന്നത്. എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിശദീകരണം എന്ന് നമുക്കറിഞ്ഞൂടാ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കാനല്ലാതെ പറ്റൂല. പിന്നെ ഇതെന്തൊക്കെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും നിങ്ങളെല്ലാം കഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരു സമയമാകുമ്പോൾ പിടിക്കും. ഇതേപോലെ പ്രീവിയസ്ലി വന്നായിരുന്നു 2-3 വർഷം മുമ്പ്. ഇതെല്ലാം വൻ പാടാണ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ വൻ പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതി പാസ്സായാലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ പെടും. ഇതേപോലെ വീണ്ടും എഴുതണം. ഇതിപ്പോൾ എത്ര പാരൻസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, എത്ര കാര്യങ്ങൾ അവർ ചെയ്തായിരിക്കും. ഇതെല്ലാം വീണ്ടും നിങ്ങൾ ഒന്നേന്ന് പൈസ അടച്ച് വീണ്ടും നിങ്ങൾ ചെയ്യണ്ടേ. ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ഞാൻ നീറ്റ് എഴുതിയത് ആ സമയത്തൊക്കെ ഞാൻ ടഫായിരുന്നു. പക്ഷെ അത് നമ്മൾ തന്നെ എഴുതി എടുത്താലേ കാര്യമുള്ളൂ, അല്ലാതെ കാര്യമില്ല. അപ്പം നിങ്ങൾ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിലുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പാടാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. ബാക്കിയുള്ള കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. ഇത് ആരൊക്കെ കിട്ടി, എല്ലാവർക്കും കിട്ടിയോ ഇല്ലയോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങളിങ്ങനെ പഠിച്ച് എഴുതുക, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലാവരും ഒന്നേന്ന് പൈസ അടച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്നേന്ന് ചെയ്യണം. അതുകൊണ്ട് മാക്സിമം നിങ്ങളിങ്ങനെ പഠിച്ച് ഇങ്ങനെ ചെയ്യുക. എന്തായാലും ഇനി ഒരു പുതിയ ഡേറ്റ് വരുന്നുണ്ട്. എന്തായാലും ഒരു വല്ല സാഡ് ന്യൂസ് ആയിപ്പോയി. എല്ലാ പിള്ളേരും ചോദിച്ചപ്പോൾ ഈസിയാണ്, മോഡറേറ്റ് ആണ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കൊണ്ടാണ് ഈസി ആയത് എന്നിപ്പോഴാണ് അറിയുന്നത്. പിന്നെ അവർ നോട്ടീസ് വിട്ടായിരുന്നു, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നോട്ടീസ് വിട്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാം. അത് ഇവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാണിക്കാം. പിന്നെ ഞാൻ ഫ്രണ്ടിലും വേണമെങ്കിൽ വീഡിയോയിൽ ആദ്യമേ അറ്റാച്ച് ചെയ്യാം. ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതിലവർ പറയണമെന്ന് പറഞ്ഞാൽ പ്രസ് റിലീസ് ചെയ്ത് അവർ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീസ് അവെയർ ഓഫ് റിപ്പോർട്ട്സ് കൺസേണിങ് ദ ആക്ഷൻ രാജസ്ഥാൻ സ്പെഷ്യലി. എല്ലാ ഡീറ്റെയിലും ആ ഒരു നോട്ടീസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എക്സാം ഓൺ May 3 വാസ് കണ്ടക്റ്റഡ് as scheduled and under a full security protocol. On the late evening of May 7, 4 days after the exam, NDA received input concerning alleged. അങ്ങനെയാണ് 7-ാം തീയതി ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് വന്നത്. പിന്നെ 3-ാമത്തെ പോയിന്റ് അതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മതി. ഞാൻ എന്തായാലും മെയിൻ പോയിന്റുകൾ പറയുന്നത്. മാറ്റർ ഇസ് പ്രസൻറ്റിംഗ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫാക്ട്സ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഏജൻസി ഇൻ ഡ്യൂ കോഴ്സ്. അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, അതിനുശേഷം അവരെന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഡീറ്റെയിൽ ഇടും. പിന്നെ 4-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു ദ കാൻഡിഡേറ്റ് ഓഫ് NEET UG 2020 ആൻഡ് ദെയർ ഫാമിലി. നിങ്ങളാരും പേടിക്കേണ്ട. ഇതിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തുള്ളവരാണെന്ന് അവർക്കറിയാം. ഹാർഡ് വർക്ക് ചെയ്ത് പാസ്സായവരുമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കാര്യം ഒരു നല്ലൊരു തോട്ടിൽ എടുത്തിട്ട് മാത്രമേ അതിൻ്റേതായ രീതിയിലുള്ള ഇത് ഇടുള്ളൂ. എത്ര പേർക്ക് എഴുതണം, അവർക്ക് എഴുതണം, എല്ലാം നമ്മൾ നോക്കിയിട്ടേ ഇടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കല്. ഇനിയുള്ള ഡേറ്റ് നമ്മൾ അറിയിക്കാം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശാന്തമായിരിക്കും. ഇതൊക്കെയാണ് ഇതിൽ കിട്ടിയ ന്യൂസ്. പക്ഷേ ഒരു വല്ലാത്ത ന്യൂസായി പോയി. ഇങ്ങനെ ചെയ്യാൻ നിൽക്കല്ലേ നിങ്ങൾ. ആരെങ്കിലും തന്നാലും നിങ്ങൾ അതിനൊന്നും പോയി പെടാതെ ഇരിക്കുക. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വൻ പ്രശ്നങ്ങളാണ്. എന്തായാലും സാഡ് ന്യൂസായി പോയി. എന്തായാലും ഇനിയിപ്പോൾ എക്സാം പുതിയൊരു ഡേറ്റ് വരും. ആ ലിസ്റ്റൊക്കെ വായിച്ച് നോക്കും. ഇതിൽ കുറേ പേർക്ക് ഇപ്പം അറിഞ്ഞുകൂടായിരിക്കും. ഇത് കിട്ടിയോണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡേറ്റ് വന്നാൽ ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. ബാക്കി വേറെ വല്ല ഡീറ്റെയിൽ ഇതിനെപ്പറ്റി വല്ലതും വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.